ഈ സമയത്ത് കുറച്ച് ചാരം സംഘടിപ്പിക്കാൻ പറ്റുമോ? മണ്ണിൻ്റെ പുളിരസം മാറ്റാനുള്ള സോയിൽ അമിലിയോറൻ്റായിട്ടും വളമായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ചാരം. ഈ സമയത്ത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ പൊട്ടാസ്യം കണ്ടന്റ് ഇതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ ചെടികളിൽ നിന്നുള്ള ബാഷ്പീകരണ നഷ്ടം കുറക്കാൻ ഇതിന് പറ്റും. അതുപോലെ തന്നെ നല്ല ന്യൂട്രിയൻറ്റും ആയിരിക്കും. പ്രത്യേകിച്ചും കറിവേപ്പിനൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമായിട്ടുള്ള മൂലകമാണ് കാൽഷ്യം. അപ്പോൾ ആ കാൽഷ്യം കിട്ടാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള സോഴ്സാണ് ചാരം. ചെടിച്ചട്ടിയുടെ അരികിനോട് ചേർന്നിട്ട് മണ്ണ് നീക്കിയതിന് ശേഷം നന്നായി നനച്ചു കൊടുത്തിട്ട് നമുക്ക് ചാരം ചേർത്ത് കൊടുക്കാം. അത് പച്ചക്കറികൾക്കാണെങ്കിലും പപ്പായ ആണെങ്കിലും എന്തിനും നമുക്ക് ഈ സമയത്ത് ചേർക്കാൻ പറ്റുന്ന ഒന്നാണ് ചാരം. ചേർക്കുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മണ്ണ് നന്നായിട്ട് നനച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കുമ്മായത്തിൻ്റെ അത്രയൊന്നും പുളിരസം മാറ്റാൻ കഴിവില്ലെങ്കിലും ഒരു പരിധി വരെ മണ്ണിൻ്റെ പുളിരസം മാറ്റാനും ചാരത്തിന് പറ്റും. പയറിലും വെണ്ടയിലൊക്കെ ഉൽപ്പാദനം കുറവാണെങ്കിൽ ഇത് പരീക്ഷിക്കാം കേട്ടോ. നല്ല ഫലം ചെയ്യും.